ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയിലൊന്നും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കേണ്ട. അപ്പോൾ ആ ഒരു മസാലയ്ക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആയിട്ട് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞതാണ് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കയ്യിലുള്ളതെങ്കിൽ 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇതാ എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് അധികം ഉള്ളിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏകദേശം മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു ഉള്ളി തിന്നാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പ്രിംഗ് റോളിൻ്റെ മസാല റെഡിയാക്കി എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരിക്കലും നമ്മൾ ഉള്ളിയും കാര്യങ്ങളും ഒന്നും വഴറ്റിയെടുക്കാൻ പാടില്ല കേട്ടോ. അധികം സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പാടില്ല. അത്യാവശ്യം നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ റെഡിയാക്കില്ലേ അതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതിലുള്ള ഐറ്റംസൊക്കെ നമുക്ക് വെജീസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇതാ കേബേജാണ് കേട്ടോ. ഏകദേശം ഒരു 2 കൈപ്പിടിയോളം കേബേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടം ഉണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ കേബേജ് കൂടുതലുണ്ടാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് അതിനേക്കാൾ കുറച്ച് കുറവായിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വലിയ സൈസിലുള്ള 2 ക്യാരറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നീളത്തിൽ തിന്നാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് മൊത്തമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൊത്തമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഈ ഒരു ക്യാബേജും ക്യാരറ്റും ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം അറിയാമല്ലോ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതോ ആ ഒരു രീതിയിൽ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനായിട്ടും മൊത്തമായിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഓവർ സോഫ്റ്റ് ആയിട്ട് വെന്ത് പോവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കായിട്ട് കിട്ടിയാൽ മതി. അതാണ് കറക്റ്റായിട്ട് നമുക്ക് കഴിക്കുന്ന സമയത്തായാലും കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചിക്കന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത് സോയാ സോസാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുക. സോയാ സോസ് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക തന്നെ വേണം. ആ കറക്റ്റായിട്ടുള്ള സ്പ്രിംഗ് റോളിൻ്റെ ടേസ്റ്റ് കിട്ടാൻ സോയാ സോസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൊത്തമായിട്ട് തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏതൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കുമ്പോഴും അറിയാമല്ലോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലിട്ടിട്ട് ഉപ്പും കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചിക്കൻ ഒരിക്കലും ക്രഷ് ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ കത്തിരി വെച്ചിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമുക്ക് അരിഞ്ഞിട്ട് വേണം എടുക്കാൻ. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ മസാല വട റെഡി ആയിട്ടുണ്ട്. മൊത്തമായിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ മസാല വട റെഡിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ തന്നെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണുപ്പൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കറക്റ്റായിട്ടൊന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് വേറാക്കി എടുക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ സമൂസയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പശ റെഡിയാക്കില്ലേ മൈദ ഇട്ടിട്ട്, അതുപോലെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു പശ രൂപത്തിൽ ആക്കിയെടുക്കാം. നമുക്ക് സ്പ്രിംഗ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു എൻഡിൽ ഒട്ടിച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഫോൾഡ് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാമുണ്ടല്ലോ. ഇതുപോലെ ഓരോ ഷീറ്റും നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൽ നിന്ന് എടുക്കുക. അതിനുശേഷം മസാല കോർണറിലായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ആ ഒരു സൈഡ് ഭാഗത്തേക്കായിട്ട് നമുക്ക് മസാല ഫില്ലാക്കി കൊടുക്കാം. കണ്ടല്ലോ ഈ രീതിയിൽ. പിന്നെ അത്യാവശ്യം മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്തായാലും അത്യാവശ്യം മസാല ഉണ്ടാകുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം 2 ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി എടുക്കുക. കണ്ടല്ലോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓയിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഫോൾഡാക്കി എടുക്കുക. ആ എൻ്റെ ഭാഗത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മൈദയുടെ ഒരു ഗമ്മും കൂടെ തേച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ സംഭവം റെഡി. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഈ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മൈദയിൽ നിന്ന് പരത്തിയിട്ടും ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് സാധാരണ നമുക്ക് കഴിക്കാനുള്ള രൂപത്തിലൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വേണ്ടല്ലോ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മസാല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു സോയാ സോസൊക്കെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ മസാല ആ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത്യാവശ്യം മൈദയുടെ ഗമ്മ് തേച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ആ ഒരു ഉള്ള മസാല കഴിയുന്നത് വരെ ഞാനിപ്പോൾ റോളാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 റോളാണ് കേട്ടോ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ആക്കലൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് 2 ഭാഗവും എല്ലാ ഭാഗവും ഒരുപോലെ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ കണ്ടല്ലോ ഈ ഒരു കളറിൽ ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും എണ്ണൊന്നും കുടിക്കില്ല കേട്ടോ. ആ ഒരു ടെൻഷനൊന്നും വേണ്ട, എണ്ണൊന്നും കുടിക്കില്ല. ഇനിയിപ്പോൾ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ സെയിം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു മസാല അത്യാവശ്യം ഒരു ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ്. ഇനി ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മസാലയാണ്. പുറം ഭാഗത്തായാലും ആ ഒരു ഷീറ്റ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്ത് വേണ്ടിട്ട് അത് ഫ്രൈ ആക്കി എടുക്കാൻ ചൂടോട് കൂടെ ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും
താങ്ക് യു.